ബിഗ് ബോസ് വീട്ടിലെ നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ നന്ദന ആയിരിക്കുകയാണ്. അവിടെ ബിഗ് ബോസ് വീട്ടിൽ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട 3 പേർ ശരണ്യ, ശ്രീരേഖ, നന്ദന എന്നിവരായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിൽ 3 പേരിൽ ഒരാളായിരിക്കും ഈ ആഴ്ച പുറത്തു പോകുക എന്നുള്ളത് ആ വീട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്തിന് ഇവരെ 3 പേരെയും നോമിനേറ്റ് ചെയ്തു എന്നൊരു ചോദ്യമാണ് അവിടെ വരുന്നത്. അവിടെ ഏറ്റവും ലോ ആയിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റന്റിനെയാണ് എല്ലാവരും കയറി വോട്ട് ചെയ്തത്. അവർ 3 പേരാണ് നോമിനേഷനിൽ വന്നത്. ആ നോമിനേറ്റ് ചെയ്തവരിൽ നിന്ന് അതിലിപ്പോൾ ഗെയിം വിജയിച്ച് മുന്നേറി വന്നിരിക്കുന്നത് നന്ദനയാണ്. മിക്കവരും പറയുന്നത് ശരണ്യ, ശ്രീരേഖയോ ഈ ആഴ്ച പോവും എന്നുള്ളതാണ്. നന്ദന പോയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് നന്ദന ക്യാപ്റ്റനായിട്ട് അവിടെ ഉണ്ടാകും എന്നുള്ളത് ഷുവറാണ്. ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ടാസ്ക് ആയിരുന്നില്ല. 4 കട്ടകൾ കൊടുത്ത് കൈകൾ കൊണ്ട് കട്ടമ 2 കൈയും ഓരോ കട്ടയമ, 2 കാലും ഓരോ 2 കട്ടയമ, അങ്ങനെ മാറി മാറി വെച്ച് വന്ന് അപ്പുറത്തിരിക്കുന്ന കൊടി കൊണ്ടുവന്ന് കുത്തുക എന്നുള്ളതായിരുന്നു ടാസ്ക്. നന്ദന അവിടെ 3 കൊടികളാണ് കൊണ്ടുവന്ന് കുത്തിയത്. അതുപോലെ തന്നെ ശരണ്യ 2 കൊടികളും ശ്രീരേഖയ്ക്ക് 1 കൊടിയുമാണ് കൊണ്ടുവന്ന് കുത്താനായിട്ട് സാധിച്ചത്. നമുക്ക് കാണുമ്പോൾ എളുപ്പമായി തോന്നുമെങ്കിലും അത്ര എളുപ്പമുള്ള ടാസ്ക് അല്ലായിരുന്നു അത്. അതിൽ ഇപ്പൊ നന്ദനയ്ക്കാണ് അത് കൂടുതൽ ഏറ്റവും നന്നായി ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കണം നന്ദന അത് ചെയ്തതും. എന്തായാലും നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നന്ദനയാണ്. ഇപ്പൊ ശരണ്യയും ശ്രീരേഖയും ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന 2 മത്സരാർത്ഥികൾ. അവരിൽ ആരെല്ലാമാണ് ഈ ആഴ്ച പോകുന്നത്? ലാലേട്ടൻ പറയുന്ന പോലെ ആരെല്ലാമാണ് എന്നുള്ള ചോദ്യത്തിന് നമുക്കിതുവരെയും വ്യക്തതയില്ല. എന്തായാലും നന്ദന രക്ഷപ്പെടും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അപ്പോൾ രക്ഷപ്പെട്ടാൽ നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റനായിട്ട് നന്ദനയെ നമുക്ക് കാണാം. എന്താണ് നന്ദന അവിടെ ചെയ്യാൻ പോകുന്നതെന്നും കണ്ടറിയാം.